ഒരു ഒഴുക്കിൽ കൂടെ പോകണം. എവിടെ നമ്മൾ ചേസ് ചെയ്യരുത്, എവിടെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്. എപ്പോൾ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നോ, എപ്പോൾ നമ്മൾ അൺവാണ്ടഡ്ലി ചില കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നോ, സ്റ്റേബിൾ അല്ലാതെ നിൽക്കുന്നോ, അവിടെ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അവിടെ നമ്മുടെ ഫെമിനിൻ എനർജിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മളിൽ കൂടുതൽ കണക്റ്റ് ആവുന്നില്ല. Hi all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Happy Friday for all of you. So normally നമ്മൾ Friday feminine energy, how to connect our feminine energy, how to be more attractive with our feminine energy, അങ്ങനത്തെ ടോപ്പിക്കിലൊക്കെ പറ്റി സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എൻ ഇൻക്രെഡിബിൾ ഫെമിനിൻ എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെമിനിൻ എനർജിനെ കുറിച്ചാണ്. ഈ ടോപ്പിക് ഇന്ന് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇന്നലെ നമ്മളിട്ട വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഒരു ലിറ്ററലി ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതില്ലാതെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ, അതല്ലാതെ ലൈഫ് മുന്നോട്ട് പോകില്ല. ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ മേലെ തന്നെയാണ് ഒരു കോൺഫിഡൻറ്റ് ഇല്ലാതായി പോകുന്നത്. സോ നമുക്ക് ആ ഒരു ഫ്ലോയിൽ പോവാൻ സാധിക്കില്ല. വഴിയിൽ കൂടെ നമ്മൾ കാണുന്ന പല കാര്യത്തിനോടും ഒരു ചെറിയ കുട്ടീനെ പോലെ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവും. അത് വേണം, ഇത് വേണം, എന്താ വേണ്ടെന്നുള്ളത്, എന്തിനാണ് അത് വേണ്ടതെന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ അത് ആക്ച്വലി നമുക്ക് വേണ്ടതാണോ, നമുക്ക് നല്ലതാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ടൈം, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഒരുപാട് ചേസ് ചെയ്യാൻ പാടില്ല, നമ്മളെ മറന്ന് ഒന്നിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ പാടില്ല എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ഫെമിനിൻ എനർജി ഒരുപാട് ഫെയ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിൽ നിന്ന് തന്നെ ഒരുപാട് അകന്നു പോകുന്ന കാര്യങ്ങളാണ് ഇതുപോലത്തെ കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മേലെ തന്നെ ഒരു വിശ്വാസമില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് നമ്മളുടെ മേലെ അത്ര ഒരു കെയർ ഇല്ലാത്തൊരു കാര്യങ്ങളാണ് നമ്മളൊരു കാര്യം ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത്. സോ ഇതൊക്കെ നമ്മളുടെ ഫെമിനിൻ എനർജി വളരെ ഫെയ്ഡ് ആക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിന് ഒരുപാട് അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഒരുപാട് സെൽഫ് ഫോക്കസ്ഡ് ആണ്. ഇവിടെയാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സ്വയം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചേസ് ചെയ്താലും ഒരിക്കലും അത് ഈവൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന സമയത്ത്, സെൽഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നാച്ചുറലി സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കൂടുതൽ തിരിച്ചറിയാണ്. സോ നമ്മൾ അറിയാതെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ കണ്ടതൊക്കെ നമുക്ക് എന്തൊക്കെയോ ഇഷ്ടങ്ങളായിട്ട് തോന്നും. അത് മേ ബി നമുക്ക് റിയൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഈ ഒരു സമയത്ത് എന്തിനോടൊക്കെയാണോ ഇഷ്ടം തോന്നുന്നത് അത് ആക്ച്വലി നമുക്ക് വേണ്ടതായിരിക്കില്ല. അത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് വലിയൊരു അടുപ്പം തോന്നുന്നുണ്ട്, വലിയ ഇഷ്ടം തോന്നുന്നുണ്ട്, എനിക്ക് അതാണ് വേണ്ടത്, എനിക്ക് ആ ഒരു കാര്യമാണ് വേണ്ടത്, ആ ജോലിയാണ് ചെയ്യേണ്ടത്, ആ വ്യക്തിയാണ് എൻ്റെ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി നിങ്ങളിൽ പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ചേസ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പിറകെ പോയിട്ട് ഇഷ്ടം കണ്ടുപിടിക്കാതിരിക്കുക. പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ ചേസ് ചെയ്യാൻ പറ്റില്ല. ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മളെ ഒരുപാട് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവെക്കുന്നത്. നമ്മളെ തന്നെയാണ് സെൽഫ്ലെസ് ആക്കി വെക്കുന്നത്. ഒരാളും അല്ല. നമ്മൾ ചേസ് ചെയ്യുന്ന ഒരു കാര്യം അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയോ നോ. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സെൽഫ്ലെസ് ആയിട്ട് പോവാണ്. ഇൻസ്റ്റേഡ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവേണ്ടത്, ഇൻസ്റ്റേഡ് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം ഒരു കാര്യത്തിനോട് ഉണ്ടാവുന്ന സമയത്ത് ആദ്യം നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആണോ, റിയൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണോ. അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കണ്ടേ, നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, വലിയൊരു ആഗ്രഹമായിട്ട് ആ ഒരു കാര്യത്തിനോട് തോന്നുന്നുണ്ട്, അത് ജെന്യൂൻ ആണോ, അത് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് നമുക്കൊരു കൺഫർമേഷൻ നമ്മൾ കൊടുക്കണ്ടേ. സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ, ആ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ചേസ് ചെയ്യാതെ നമ്മളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവുക, നമ്മൾ കുറച്ചുകൂടി വാല്യൂ കൊടുക്കുക, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക. കാരണം ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്രിയേറ്റ് ചെയ്യാൻ പവറുള്ള എനർജിയാണ് ഫെമിനിൻ എനർജി എന്ന് പറയുന്നത്. ഒരു അമ്മയെ പോലെ അത് ഒരു ബർത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പല കാര്യങ്ങൾ നമ്മുടെ ആ ഒരു എനർജി ആയിട്ട് അലൈൻഡ് ആവുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ഇന്നോവേഷൻ ആയിരിക്കാം, നമ്മുടെ പേർപ്പസ് ആയിരിക്കാം, നമ്മുടെ ഒരു റിയൽ ഹാപ്പിനെസ് ആയിരിക്കാം,
നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ വേണ്ട ആളുകളെ ആയിരിക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള എനർജി, നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഫീലിങ്സ്, നമ്മുടെ ഓതൻസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഇസ് ഫെമിനിൻ എനർജി. സോ അത് മനസ്സിലാക്കാതെ നമ്മൾ ഇതുപോലത്തെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത്, ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഒരു രീതിയിലും നമുക്ക് ഈവൻ അത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിലൊരിക്കലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ ഫ്ലോ. ഒരു ഒഴുക്കിൽ നമ്മൾ പോകണം. നമ്മൾ എവിടെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് നമ്മളെ തന്നെ, അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ളതൊക്കെ എടുക്കാൻ നോക്കരുത്. സോ ആ ഒരു ഫ്ലോ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ. അത്ര പ്യുവർ ആണ്, വെള്ളം പോലെ പ്യുവർ ആണ്. ഒഴുകുന്ന വെള്ളത്തിന് കലർപ്പില്ല എന്ന് പറയും അല്ലെ, ഒഴുകുന്ന വെള്ളം വളരെ പ്യുവർ ആണെന്ന് പറയും. ഫെമിനിൻ എനർജി ഇസ് ലൈക്ക് ദാറ്റ്. ഒരാളെയും, അത് മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ, നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഫെമിനിൻ എനർജിയിലേക്ക് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യവും മറ്റൊരു ആളുകളെയോ കാര്യങ്ങളെയോ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ല. മറ്റുള്ള ആളുകളെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ഷൻസ് അങ്ങനെ വരില്ല. ആൻഡ് മോർ ലൈക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് നമ്മളോട് തന്നെ സന്തോഷം ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. സോ എൻ്റെ ഒരു ഫെമിനിൻ ഞാൻ കൂടുതൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതുവരെ ലൈക്ക് ഐ വാസ് ലൈക്ക് മോർ മാസ്കുലൻ. കാരണം ഞാൻ ബേസിക്കലി സാജിയാണ്, പ്യുവർ സാജിയാണ്. സോ സാജിക്ക് പൊതുവെ ഒരു സ്ട്രോങ് മാസ്കുലൻ എനർജി സാജിറ്റേറിയസിന് ഉണ്ടാവുന്നുണ്ട്. സോ എൻ്റെ ഒരു ലൈഫ് ജേർണിയിലും ഞാൻ കൂടുതൽ ആ ഒരു മാസ്കുലൻ എനർജി ആയിരുന്നു കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും എന്നെ ഒരു ഫെമിനിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഫെമിനിൻ്റെ ഇതുപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ലൈക്ക് സിറ്റുവേഷൻസ് ഞാൻ ഒരു ടൈമിൽ വലിയ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഓവർ ഡൂയിങ്. ലൈക്ക് ഞാൻ ചെറുപ്പം മുതലേ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. ആൻഡ് ലൈക്ക് എനിക്ക് അങ്ങനെ റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഹാബിറ്റും എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാനത് ഒരു ടൈം വരെ, എത്രയോ വർഷം വരെ ഞാനത് കണക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. നമുക്ക് ഐ വാസ് ലൈക്ക് ഓവർ ഡൂയിങ് ഫോർ എവ്രിബഡി. എൻ്റെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും ലൈക്ക് എല്ലാം ഞാൻ ഒരുപാട് കൊടുക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ തിരിച്ചു കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുന്നില്ല, ബിക്കോസ് ഐ എം നെവർ യൂസ്ഡ് ഇറ്റ്. സോ ആ ഒരു എനർജി എന്താണ്, തിരിച്ച് ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തരുന്ന സമയത്ത് എങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും, അത് നമ്മുടെ മനസ്സിന് എത്രമാത്രം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് ഒരു ടൈം വരെ എനിക്കത് ശീലമില്ലാത്തതുകൊണ്ട് ഞാനത് കണക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. പിന്നീട് എൻ്റെ ലൈഫിൻ്റെ ആ ഒരു സ്പിരിച്വൽ ജേണി ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ആ ഒരു ഫെമിനിൻ എനർജിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്. എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഡിഫിക്കൽട്ട് സ്റ്റേജിൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇൻക്രെഡിബിൾ ഫെമിനിനെയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മൈ ലൈഫ് ലിറ്ററലി ചേഞ്ച്ഡ്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുവരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിൻ്റെ പിറകെയായിരുന്നു. എനിക്കൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യത്തിൻ്റെ പിറകെയായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നിലേക്കും ചേഞ്ച് ചെയ്തില്ല, ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനോട് ഞാൻ സീറോ അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങി. ഈവൻ എൻ്റെ അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അതിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റി. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പാട്ടാണ് ഞാൻ കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ഡ്രോയിങ്സ് ഞാൻ ചെയ്യായിരുന്നു. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടല്ല വരയ്ക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വരച്ചെടുക്കും. ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കുക്ക് ചെയ്യുക, അത് ആളുകൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു ടൈമിൽ അതെൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആയ സമയത്ത് ഞാനത് ഭയങ്കരമായിട്ട് വെറുത്തു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിക്കുന്നത് എനിക്ക് തന്നെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വീണ്ടും ഈ ഒരു സ്റ്റേജിൽ ഞാൻ കൂടുതൽ എൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കഴിവ് അതിൽ ഞാൻ കൂടുതൽ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് ആ ഒരു മൊമെന്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ വെച്ച്, ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് വളരെ കൂളായിട്ട് സമാധാനമായിട്ട് പെയിന്റ് ചെയ്യുക, കുക്ക് ചെയ്യുക, ജസ്റ്റ് ലിസൺ ടു ദ മ്യൂസിക്. സോ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വേറെ ഒന്നിലേക്ക് നമ്മളൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ബിക്കോസ് ഫെമിനിൻ എനർജിക്ക് അറിയാം, ഷീ ഹാസ് എ ട്രസ്റ്റ് ഓൺ ഹെർ സെൽഫ്, ഷീ ബിലീവ് ഇൻ ഹെർ സെൽഫ്, ഷീ ബിലീവ് ദാറ്റ് ഷീ ഡിസേർവ് ഇറ്റ്, ബെറ്റർ തിങ്, റൈറ്റ് തിങ്. സോ അതിലൊരു കോംപ്രമൈസ് അവിടെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നില്ല. എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ജോബ് വൈസ്, ഫാമിലി, ഹെൽത്ത് വൈസ്, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദിസ്,
ജസ്റ്റ് ഫോക്കസ് ഓൺലി ഓൺ യുവർ സെൽഫ്. ഇത് എനിക്ക് നിങ്ങളടുത്ത് പറയണം. നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ക്രിയേറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഞാനിവിടെ ഒന്നും കൂടെ കണക്ട് ചെയ്ത് പറയട്ടെ. കാരണം എന്തുകൊണ്ട് നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കണം, എന്തുകൊണ്ട് നമുക്ക് ക്ഷമ ഉണ്ടാവണം, എന്തുകൊണ്ട് ഫെമിനൻ ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ഫ്ലോയിൽ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ പോകണം എന്ന് പറയുന്നത് നമുക്കറിയാം. ഫെമിനൻ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ പവർ ഉള്ളതാണ്, അല്ലെ? ക്രിയേറ്റർ ആണ്, ഒരു കുട്ടിക്ക് ബർത്ത് കൊടുക്കുന്നത് പോലെ. സോ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ പാർട്ടിലും നിങ്ങൾ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഈവൻ നമ്മൾ സ്വയം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെയിന്റിങ്ങിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, ഡ്രോയിങ്ങിലൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. സോ നമുക്കറിയാം, ഒരു ക്യാൻവാസ് എടുത്തു വെച്ച് വെറുതെ ഇങ്ങനെ ആക്കിയാൽ അത് ആവില്ല, അല്ലെ? പെയിന്റിങ് ആവില്ല. സോ അത് ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു ചെടി പ്ലാന്റ് ചെയ്ത് അത് റൂട്ടഡ് ആയി അത് മേലോട്ട് വളർന്നു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അല്ലെ? ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് വളർന്നു വരുന്നതല്ല, അല്ലെ? സോ ഓരോ സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സി, ജസ്റ്റ് ഇമാജിൻ ആ ഒരു ഗ്രോയിങ് സ്റ്റേജ്, ആ ഒരു പ്രോസസ്, ആ ഒരു ഫെമിനൻ എനർജി അല്ലെങ്കിൽ ആ ഒരു അമ്മയേക്കാൾ കൂടുതൽ വേറൊരാൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ആ ഒരു കുട്ടിയുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജ്, അനക്കം അമ്മയേക്കാൾ കൂടുതൽ ഒരാൾക്കും കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, ഫീൽ ചെയ്യാണ്, അല്ലെ? ആ ഒരു ഫ്ലോയില് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഫെമിനൻ എനർജി എന്ന് പറയുന്നതും അതുപോലെയാണ്. എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. സോ ഇന്ന് ഒരു കാര്യം ചെയ്തിട്ട് നാളെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ ആ ഒരു ഫെമിനൻ എനർജിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ മേലെ വിശ്വാസം ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. നമ്മൾ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യും. ഡേ ടു ഡേ, എവറി സിംഗിൾ ഡേ നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങൾ, ചില വളർച്ച നമുക്ക് കണ്ടോളണം എന്നില്ല. മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആളുകളിൽ സ്റ്റക്കാണ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും. ഓക്കെ, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യുന്നത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. ആൻഡ് മോർ ഓവർ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുകയാണ്. സോ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതല്ല, നമ്മൾ എന്താണോ ശീലിച്ചിട്ടുള്ളത്, നമ്മൾ എന്തിലാണോ വിശ്വസിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ഹാബിറ്റ്, റിലേഷൻഷിപ്പ് ഹാബിറ്റ് എന്ന് പറയുന്നത് ചേസ് ചെയ്യാണ്. ഒരു വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യാണ്. അയാൾ വരും, ഓക്കെ, കുറച്ച് സമയം സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്, ആൻഡ് വീണ്ടും പോകും, വീണ്ടും ചേസ് ചെയ്യും, വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആയിട്ട് വരികയാണ്. അതിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സോ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തും നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ബേസ് എപ്പോഴാണ് നമുക്ക് നമ്മളുടെ കൺട്രോളിലല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഒരുപാട് ഓവർ എഫേർട്ട് കൊടുക്കുന്ന സമയത്താണ്. ഇത് നമ്മളുടെ പ്രയോറിറ്റി ആവുന്ന സമയത്താണ്, ഇത് നമ്മളുടെ ഒരു ഹാപ്പിനെസ് ആവുന്ന സമയത്താണ്. ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ലൈഫിനെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ടൈമിനെ, നമ്മുടെ മൂഡിനെ ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫെമിനൻ എനർജി മനസ്സിലാക്കുന്നില്ല. സോ അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ കാര്യം നോക്കൂ, നിങ്ങളെ സന്തോഷിപ്പിക്കൂ. ആൻഡ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പല കാര്യത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി പോവുക, നമ്മൾ പോലും അറിയാതെ. ചില കാര്യത്തിൽ നമ്മൾ ഒന്ന് ആസ്വദിച്ച് ചെയ്ത് നോക്കൂ. അത് ഈവൻ ക്ലീനിങ് പ്രോസസ് ആയിരിക്കാം, നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മുടെ മൈൻഡ് ഒരുപാട് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത്, ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലും ആ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലെൻസിങ് പ്രോസസ് ഉണ്ടാവുന്നുണ്ട്, ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പാർട്ട് അവേക്കൻ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഒരു ഫെമിനൻ എനർജി കണക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.